Okay, welcome all. Python program on numerical differentiation using Newton's forward difference interpolation ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഇത് പല രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് ടാബുലേറ്റഡ് പോയിന്റിലെ ഡിഫറൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So we'll recall the theory. So we have the general formula dy by dx given by 1 by h delta y0 plus 2u divided by 2 into delta square y0 plus 3u square minus 6u plus 2 by 6 into delta q y0 plus etc. നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളിത് ഡിറൈവ് ചെയ്തതാണ്. ഇതിൻ്റെ സ്പെഷ്യൽ കേസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. At x is equal to x0. You know that at x is equal to x0, u is equal to 0. So substituting u is equal to 0 in this equation 3, we get this equation. We already had this formula. See, you can see a symmetry. You please observe the terms in the curly bracket. അതിലെ ഫസ്റ്റ് ടേം ഡെൽറ്റ y സ്ക്വയർ ആണ്, സെക്കൻഡ് ടേം ഡെൽറ്റ സ്ക്വയർ y0 by 2 ആണ്, നെക്സ്റ്റ് ടേം ഡെൽറ്റ ക്യൂ y0 by 3 ആണ്, എക്സെട്ര ആണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ആൾട്ടർനേറ്റ് ടേം പ്ലസ് ആൻഡ് മൈനസ് ആണ്. സോ ദിസ് ഇസ് മൈനസ്, ദിസ് ഇസ് പ്ലസ്, ദിസ് ഇസ് മൈനസ്, സോ ഓൺ ആൻഡ് ഫോർത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണ്, സെക്കൻഡ് ടേം നെഗറ്റീവ് ആണ്, തേർഡ് ടേം പോസിറ്റീവ് ആണ്, ഫോർത്ത് ടേം നെഗറ്റീവ് ആണ്. ഇങ്ങനെയാണ് നമ്മളുടെ സൈൻ ഓഫ് ദ ടേം വരുന്നത്. ഇനി ഡെൽറ്റ y0 by 1 എന്ന് ഞാൻ എഴുതുകയാണെന്ന് വിചാരിക്കുക ഇതിനെ. അപ്പോൾ ഡെൽറ്റ y0 by 1, ഡെൽറ്റ സ്ക്വയർ y0 by 2, ഡെൽറ്റ ക്യൂബ് y0 by 3, ഡെൽറ്റ റൈസ് ടു 4 y0 by 4. ഇങ്ങനെയാണ് ഇതുള്ളത്. എന്ന് വെച്ചാൽ ith ടേം എന്ന് പറയുന്നത് ഡെൽറ്റ റൈസ് ടു I y0 ഡിവൈഡഡ് ബൈ I ആണ്. ഓൾറൈറ്റ്. എന്താണ് ഡെൽറ്റ y0 എന്ന് പറയുന്നത്? വൈൻ്റെ ഡിഫറൻസ് ആണ് ഡെൽറ്റ വൈകൾ. അതിൽ 0th എലമെൻ്റ് ആണ്. അപ്പം y എന്ന് പറയുന്ന പോയിന്റുകളുടെ പോയിന്റുകളുടെ ഡിഫറൻസ് ആണ് ഡെൽറ്റ വൈകൾ. അതിൽ 0th എലമെൻ്റ് ആണ് ഡെൽറ്റ y0. ഈ ഡെൽറ്റ വൈകളുടെ ഡിഫറൻസ് ആണ് ഡെൽറ്റ സ്ക്വയർ വൈകൾ. അതിലെ ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് എന്നല്ല, നമ്മൾ 0th എലമെൻ്റ് എന്ന് പറയാം. 0th എലമെൻ്റ് ആണ് ഡെൽറ്റ സ്ക്വയർ y0. ഇനി ഡെൽറ്റ സ്ക്വയർ വൈകളുടെ ഡിഫറൻസ് ആണ് ഡെൽറ്റ ക്യൂബ് വൈകൾ. കറക്റ്റ്. അതിൽ ആദ്യത്തെ ആളാണ് ഡെൽറ്റ ക്യൂബ് y0. അപ്പോൾ ഇങ്ങനെയാണ് ടേമുകളുള്ളത്. അപ്പോൾ നമുക്ക് ith ടേം ഇവാലുവേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്താണ്? നമുക്ക് ഓൾറെഡി ഇനിഷ്യലി നമുക്ക് y പോയിന്റുകളുണ്ട്. അതിൻ്റെ ഡിഫറൻസ് ഇവാലുവേറ്റ് ചെയ്യുക, ഡിഫറൻസ് ലിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ 0th എലമെൻ്റ് എടുത്താൽ ന്യൂമറേറ്റർ ഓഫ് ദ ith ടേം കിട്ടും. ഫസ്റ്റ് ടേം ആണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം വൈൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഡെൽറ്റ വൈകൾ കിട്ടും. അതിൽ 0th എലമെൻറ്റ് അതിനെ I കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിന് ശേഷം എന്ത് ചെയ്യണം? ഈ ഡെൽറ്റ വൈനെ നമ്മൾ ഡിഫറൻസ് കാണും. അപ്പോൾ നമുക്ക് ഡെൽറ്റ സ്ക്വയർ വൈകൾ കിട്ടും. അതിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് എടുക്കുന്നു, അതിനെ I കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇറ്ററേറ്റീവ്ലി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? y ആണ് തുടങ്ങുമ്പോൾ നമുക്കൊരു y വാല്യൂ ഉണ്ട്, അതിൻ്റെ ഡിഫറൻസ് എടുക്കുന്നു, ആൻഡ് യു റീപ്ലേസ് യുവർ ലിസ്റ്റ് വിത്ത് ദ ഡിഫറൻസ്. എന്നിട്ട് അതിലെ ഫസ്റ്റ് എലമെൻ്റ് എടുക്കുന്നു. അപ്പോൾ ith ടേമിൻ്റെ ന്യൂമറേറ്റർ ആയി, ദെൻ ഡിവൈഡ് ബൈ I. അപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ വൈനെ എന്ത് ചെയ്തു? ഡെൽറ്റ വൈ കൊണ്ട് റീപ്ലേസ് ചെയ്തു. വീണ്ടും അതാ ചെയ്യുന്നത്. വൈൻ്റെ ഡിഫറൻസ് കാണുന്നു, അതിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് എടുക്കുന്നു, അതിനെ I കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓൾറൈറ്റ്. ഈ വൈനെ നമ്മൾ ഡിഫറൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇൻ എവറി സ്റ്റെപ്പ് വി ആർ ഡൂയിങ് ദിസ് തിങ്. നമ്മളുടെ വൈനെ അതിൻ്റെ ഡിഫറൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക, 0th എലമെൻ്റ് എടുക്കുക, അതിനെ I കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ദിസ് ഈസ് ദ സ്റ്റെപ്പ്. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. അപ്പോൾ തുടങ്ങുമ്പോൾ നമുക്ക് ഗിവൺ വൈ പോയിന്റുകളാണ് ഉണ്ടാവുക. ആദ്യത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഡെൽറ്റ വൈകളായിരിക്കും അത്. അടുത്ത സ്റ്റെപ്പ് കഴിയുമ്പോൾ വൈയിലാരാ ഉണ്ടാവുക? ഡെൽറ്റ സ്ക്വയർ വൈകളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ. ഇതാണ് നമ്മുടെ അൽഗോരിതത്തിൻ്റെ സെൻട്രൽ ഐഡിയ. അപ്പോൾ നമ്മളിനി അൽഗോരിതം ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അൽഗോരിതം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് we make use of this symmetry, right? അപ്പോൾ ith ടേമിനെ ഇറ്ററേറ്റീവ്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ith ടേമിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ith ടേം ആണുള്ള സ്റ്റെപ്പ് എന്താണ്? വൈകളുടെ ഡിഫറൻസ് കാണുക, റീപ്ലേസ് വൈ വിത്ത് ഇറ്റ്സ് ഡിഫറൻസ്, പിന്നെ ഡിഫറൻസിൽ നിന്ന് ഫസ്റ്റ് എലമെൻറ്റിനെ, ഫസ്റ്റ് അല്ല 0th എലമെൻറ്റിനെ എടുക്കുക, ദെൻ ഡിവൈഡ് വിത്ത് I. സോ ദിസ് ഇസ് ദ സ്റ്റെപ്പ്. I സ്റ്റാർട്ട്സ് ഫ്രം 1, 2, 3 etc. up to 4, up to n. So this is the idea. So let us discuss the algorithm. First step, obviously നമുക്ക് repeatedly ഡിഫറൻസ് കാണാനുണ്ട്. അതിനൊരു ഡെൽറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ഡിഫൈൻ എ ഫംഗ്ഷൻ ഡെൽറ്റ ടു റിട്ടേൺ ദ ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് എ ലിസ്റ്റ്. അതിലെ സ്റ്റെപ്പ് ഇതാണ്. നമുക്ക് എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് കാണാനായിട്ട് ഫസ്റ്റ് നമ്മളൊരു എത്ര ആളുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ആൻഡ് വി സേവ് ദം ആസ് n.
Next step we create a null list and store the difference. Null list D to store the difference. Next, using for loop, we calculate the ith difference using the formula yi plus 1 minus yi and append in the list D. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഒരു ഡിഫറൻസ് ലിസ്റ്റ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യും. എങ്ങനെ ഡിഫറൻസ് എടുക്കുക? ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ എലമെൻറ്റിൽ നിന്ന് 0th എലമെൻറ്റ് കുറയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ ഡിഫറൻസ് കിട്ടും. ഇനി രണ്ടാമത്തെ എലമെൻറ്റിൽ നിന്ന് ഒന്നാമത്തെ എലമെൻറ്റ് കുറയ്ക്കുക. അപ്പോൾ അടുത്ത എലമെൻറ്റ് കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ ജനറലി ith എലമെൻറ്റ് കാണാനായി I plus 1th വാല്യൂവിൽ നിന്ന് ith വാല്യൂ കുറയ്ക്കുക. റൈറ്റ്. ആൻഡ് വി റിട്ടേൺ ദ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫറൻസ് ഓഫ് എ ലിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എക്സ് വാല്യൂകൾ റീഡ് ചെയ്തിട്ട് അത് എക്സ് പോയിന്റ് എന്ന ലിസ്റ്റായിട്ട് സേവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ y വാല്യൂസ് റീഡ് ചെയ്യുന്നു, അതിനെ y പോയിന്റ്സ് ആയിട്ട് സേവ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ട് എക്സിലോ വൈയിലോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം we calculate the step size using the formula h1 minus x0. നിങ്ങൾക്കറിയാം h എന്ന് പറയുന്നത് എക്സ് പോയിന്റുകൾ തമ്മിലുള്ള അകലമാണ്. നിങ്ങൾക്ക് x1 minus x0 ചെയ്യാം, x2 minus x1 ചെയ്യാം, or you can find the difference between any two consecutive x points. Then we create a variable dy, and this dy is to represent the differential, and we initially set it as 0 ആയിട്ട് സെറ്റ് ചെയ്യും. ഓൾറൈറ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ കേളി ബ്രാക്കറ്റിലുള്ള ടേംസ്, അതിനെ നമ്മൾ ith ടേം എന്ന് വിളിക്കാം. ith ടേമിനെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഇതിട്ട് ശേഷം ആ ടേം നമ്മൾ ഡിവൈൻ്റെ കൂടെ ചേർത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേം കിട്ടും, അത് നമ്മൾ ഡിവൈൻ്റെ കൂടെ ചേർക്കും. അതിനുശേഷം ഈ ടേം കണ്ടുപിടിക്കും സെക്കൻഡ് ഇറ്ററേഷനിൽ, അപ്പോൾ അതും ആഡ് ചെയ്യും. അങ്ങനെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് i0യിൽ നിന്നല്ല തുടങ്ങുന്നത്, i1 2 3 etc. ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന i ആണെന്ന് ഓർക്കണം. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് ചൂസ് ചെയ്തു. ഓൾറൈറ്റ്. ഇനി വി കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ആൻഡ് സ്റ്റോർ ആസ് ഡി. നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡിഫറൻസ് ലിസ്റ്റാണ്, അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യും. ആൻഡ് വി റീപ്ലേസ് എവറി y പോയിന്റ്സ് വിത്ത് ദ ഡിഫറൻസ്. ദെൻ ദ ith ടേം ഈസ് കാൽക്കുലേറ്റഡ്. എന്തായിരുന്നു ith ടേം? ന്യൂമറേറ്ററിൽ വരുന്നത് ഡിഫറൻസിൽ ഫസ്റ്റ് ആള് ഡിവൈഡഡ് ബൈ i. കറക്റ്റ്. ഇനി ഇതിൻ്റെ സൈൻ കറക്റ്റ് ആക്കണം. ഫസ്റ്റ് ടേം പോസിറ്റീവാണ്, അപ്പം -1 റേസ് ടു i ചെയ്താൽ ഫസ്റ്റ് ടൈം നെഗറ്റീവ് ആയി പോകും. കാരണം ഐൻ്റെ വാല്യൂ 1ലാണ് തുടങ്ങുന്നത്. അപ്പോൾ -1 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ മൈനസ് ആയിരിക്കും. അത് പ്ലസ് ആക്കാൻ വേണ്ടി ഞാൻ -1 റേസ് ടു i plus 1 ചെയ്യും. ആൻഡ് ദിസ് ഫാക്ടർ മച്ച് -1 റേസ് ടു i plus 1 എന്ന് പറയുന്നത് സൈൻ ഓഫ് ദ ടേം ഇവാലുവേറ്റ് ചെയ്യാനാണ്. ദെൻ d of 0 എന്ന് പറയുന്നത് കറണ്ട് ഡിഫറൻസിലെ ഫസ്റ്റ് 0th എലമെൻ്റ് ആണ്. വി ഡിവൈഡ് വിത്ത് i. അപ്പോൾ ith ടേം കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ ith ടേം ഡിവൈൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ dy പ്ലസ് di കൊണ്ട് റീപ്ലേസ് ചെയ്യണം. സോ യു റീപ്ലേസ് dy വിത്ത് dy പ്ലസ് di. ഇത്രയും ചെയ്ത് ഈ ലൂപ്പ് കഴിയുമ്പോഴേക്കും നമുക്ക് കേളി ബ്രാക്കറ്റിലുള്ള എല്ലാ ടേമുകളും കൂട്ടിയ വാല്യൂ ഡിവൈയിൽ ഉണ്ടാവും. ഓൾറൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? h കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ വൺസ് ദ ലൂപ്പ് ഈസ് ഓവർ വി റീപ്ലേസ് dy വിത്ത് dy by h. And the next step is print the result. So this is the algorithm. Alright. അടുത്ത നമ്മൾ അൽഗോരിതത്തിലെ ഓരോ സ്റ്റെപ്പിനെയും കറസ്പോണ്ടിങ് പൈത്തൺ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാണ്, ട്രാൻസ്ലേഷൻ. അപ്പോൾ അൽഗോരിതത്തിൽ നിന്ന് പ്രോഗ്രാമിലേക്ക് പോകണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരുന്നു. വി ഹാവ് ടു ഡിഫൈൻ എ ഫംഗ്ഷൻ ഡെൽറ്റ. അപ്പോൾ ഒരു ലിസ്റ്റിൻ്റെ ഡിഫറൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആർഗ്യുമെൻ്റ് ഓഫ് ഒബ്വിയസ്ലി ഒരു ലിസ്റ്റ് ആയിരിക്കും. ഞാൻ അതിനെ y എന്ന് വിളിക്കുകയാണ്. ഓൾറൈറ്റ്. സോ വി യൂസിങ് ഡിഫ് ഫംഗ്ഷൻ ഡിഫ് ഡെൽറ്റ y എന്ന് കൊടുത്തു. ഇനി അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് എത്ര ആളുകളുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഈ y ലിസ്റ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. സോ വി ഡു ദാറ്റ്. n equal to len of y. അതിനുശേഷം നമ്മൾ ഈ ഡിഫറൻസ് സേവ് ചെയ്യാനായിട്ടൊരു d എന്ന് പറയുന്ന ഒരു ലിസ്റ്റ്, നൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ നൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. And after that we have to use a for loop to calculate ith difference iteratively using this formula yi plus 1 minus yi, and this difference is to be appended in this list D. അപ്പോൾ ഒരു for loop സ്റ്റാർട്ട് ചെയ്യാം. So for I in range n minus 1. why n minus 1? നമുക്ക് 5 പോയിന്റ് ഉണ്ടെങ്കിൽ ആകെ 4 ഡിഫറൻസസ് കിട്ടുള്ളൂ അല്ലേ? 4 പോയിന്റ് ആണെങ്കിൽ 3 ഡിഫറൻസ്, അങ്ങനെ. അപ്പോൾ n minus 1 പോയിന്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുശേഷം yi plus 1ൽ നിന്ന് yi സബ്ട്രാക്ട് ചെയ്യും, അത് d എന്ന് പറയുന്ന ലിസ്റ്റിൽ അപ്പൻഡ് ചെയ്യും. സോ ദിസ് ലിസ്റ്റ്, ഈ ലൂപ്പ് കഴിയുമ്പോഴേക്കും ലിസ്റ്റിൽ ഡിഫറൻസസ് ഉണ്ടാവും, അത് നമ്മൾ റിട്ടേൺ ചെയ്യും. സോ റിട്ടേൺ d. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നൗ
Get the x values and store as a list x points. അപ്പോൾ നമുക്കിനി വേണ്ടത് ഇൻപുട്സ് ആണ്. എക്സ് പോയിന്റുകൾ വേണം, അതുപോലെ y പോയിന്റ്സ് വേണം. സോ വി സിംപ്ലി ഗെറ്റ് ദ എക്സ് പോയിന്റ്സ് റീഡ് ചെയ്യാനുള്ള കമാൻഡ് ഇതാണ് ഇൻപുട്ട് എൻ്റർ എക്സ് പോയിന്റ്സ്. പക്ഷേ നമുക്കറിയാം പൈത്തണിൻ്റെ വേർഷൻ 3 ആണെങ്കിൽ വി ഹാവ് ടു യൂസ് eval ഫംഗ്ഷൻ ആൻഡ് ദെൻ വി നീഡ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു ലിസ്റ്റ്. അപ്പോൾ ലിസ്റ്റായിട്ട് സേവ് ചെയ്തു. അടുത്തത് വൈവിൻ്റെ വാല്യൂസ് ഇതേപോലെ similarly we represent. ഇനി അടുത്ത് എന്തായിരുന്നു? Find the number of items. So we use len function, len of x points. So we get the number of points. The next step we have to calculate h. So we just directly write x points of 1 minus x points 0. നമുക്ക് വേണമെങ്കിൽ x points 2 minus x points 1 കൊടുക്കാം, no issues. Then we create a variable dy to represent the differential and we initialize. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്താണ് dy എന്ന് പറയുന്ന വേരിയബിൾ എടുക്കുന്നു, അതിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു, 0 ആക്കുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ith ടേമിൻ്റെ കേളി ബ്രാക്കറ്റ് കണ്ടുപിടിക്കണം. ആൻഡ് ഫോർ ദാറ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് എ ഫോർ ലൂപ്പ്. സോ വി യൂസ് എ ഫോർ ലൂപ്പ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലാണ്, കാരണം അതിൻ്റെ വാല്യൂ 1 to n ആയിരുന്നു വേരി ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഡെൽറ്റ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ വി കോൾ ഡെൽറ്റ ഫംഗ്ഷൻ. y പോയിന്റ്സിൻ്റെ ഡെൽറ്റ കണ്ടുപിടിക്കും. അപ്പോൾ yൻ്റെ ഡിഫറൻസസ് കിട്ടും. ആ ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു റീപ്ലേസ് y പോയിന്റ്സ് വിത്ത് d. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു സിംഗിൾ സ്റ്റെപ്പ് ആക്കാം. y പോയിന്റ്സ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് y പോയിന്റ്സ് എന്ന് കൊടുത്താലും മതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ? ith ടേം യൂസിങ് ദ ഫോർമുല ti ഈക്വൽ ടു -1. സോ വി ജസ്റ്റ് ഡു ദാറ്റ്. അപ്പോൾ കറക്റ്റ് അതേ ഫോർമുല അങ്ങനെ തന്നെ എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? വി ഹാവ് ടു റീപ്ലേസ് dy വിത്ത് dy പ്ലസ് ദ ടേം, അതും ആഡ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് റീപ്ലേസ് d വിത്ത് d ബൈ എച്ച്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് ലൂപ്പിന് പുറത്ത് കിടക്കുമ്പോഴാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കാരണം എന്താ വെച്ചാൽ ലൂപ്പിനുള്ളിൽ കേളി ബ്രാക്കറ്റിലുള്ള ഐറ്റംസേ കിട്ടുള്ളൂ. ആ കേളി ബ്രാക്കറ്റിലുള്ള ആളുകളെല്ലാം കൂടി ആഡ് ചെയ്തതിന് നമുക്ക് h കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ദാറ്റ്സ് ഐഡിയ. ദെൻ വി ഹാവ് ടു പ്രിന്റ് ദ റിസൾട്ട്. സോ പ്രിന്റ് dy. സോ ദാറ്റ്സ് ഓൾ. ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം. ഓൾറൈറ്റ്, നമ്മൾ ഈ കോഡിനെ പൈത്തണിലേക്ക് വെച്ച് റൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പൈത്തണിൻ്റെ ഈ കോഡ് പൈത്തണിൻ്റെ ടെക്സ്റ്റ് എഡിറ്ററിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളോട് എക്സ് പോയിന്റുകൾ സെപ്പറേറ്റഡ് ബൈ കോമ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ 1 2 3 4 5 കൊടുക്കുകയാണ്. ഇനി നമ്മളതിൻ്റെ y പോയിന്റുകൾ കൊടുക്കണം. ഞാൻ x³ എന്ന ഫംഗ്ഷൻ ഇമാജിൻ ചെയ്യുകയാണ്. x³ എന്ന് പറയുമ്പോൾ 1 × ക്യൂബ് 1, 2 × ക്യൂബ് 8, 3 × ക്യൂബ് 27, 4 × ക്യൂബ് 64, then 5 × ക്യൂബ് 125. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ടാബുലേറ്റഡ് പോയിന്റ്, ദാറ്റ് ഈസ് 1ലെ ഡിഫറൻഷ്യലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ എത്ര കിട്ടണം? നോക്കൂ, x³ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് 3x² ആണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ 3 × 1, that is 3. So our program works well. You may try with the other data points.